How does it feel to be Srinivasan സാറിന്റെ പോലത്തെ ഒരു മകൻ, ശ്രീനിവാസൻ സാറിനെ പോലത്തെ ഒരു മകനോ? പോലത്തെ ഒരാളുടെ മകൻ, ലൈക്ക് യു നോ ഗ്രോയിങ് അപ്പ് വിത്ത് സച്ച് എ ലെജൻഡ്, റൈറ്റ്? അപ്പം ഹൗ ഡിഡ് ഫീൽ ലൈക്ക് അദ്ദേഹത്തിന്റെ മകനായി ജനിക്കുകയും ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വളരുകയും സിനിമയുടെ അടുത്തിടപഴകി സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ വളർന്നത്. സോ ഹൗ വാസ് യുവർ ചൈൽഡ്ഹുഡ് മെമ്മറി ഗ്രോയിങ് അപ്പ്? I like deep. From you, deep. Yeah. Hey, നമ്മുടെ ഇന്റർവ്യൂസ് കണ്ടിട്ടുള്ള we go really deep into the brain. Pass. Nobody's ever said that to me. Pass and all. നമ്മള് പുള്ളിനെ കാണുന്ന സമയം തൊട്ടിട്ട് പുള്ളി വലിയ എന്തോ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ വി സീ ഹിം വൺസ് ഇൻ എ വൈൽ ബിക്കോസ് ആ സമയത്തൊക്കെ പുള്ളി യൂസ് ബിസി ഷൂട്ടിങ് അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ 6 months ഒക്കെയാണ് നമ്മൾ പുള്ളിനെ കാണുന്നതൊക്കെ. അപ്പോൾ നമുക്കെപ്പോഴും ശ്രീനിവാസൻ നടൻ, സംവിധായകൻ, എഴുത്തുകാരൻ, പിന്നെയാണ് നമുക്ക് അച്ഛൻ. ഓക്കെ, അപ്പം ഈ സീൻ വിത്ത് ലോട്ട് ഓഫ് റെസ്പെക്ട്. അല്ലെങ്കിൽ പുള്ളിനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ദൂരം മാറി നിൽക്കുക, അല്ലെങ്കിൽ പുള്ളി വന്നിട്ട് മോനെ എന്തുണ്ട് സുഖമല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോർമാലിറ്റി, അല്ലെങ്കിൽ അച്ഛൻ മകൻ അങ്ങനത്തെ ഒരു സാധനമൊന്നും ഇല്ല. സോ പുള്ളി വരുമ്പം തന്നെ നാട്ടിൽ എപ്പോഴും കുറെ ആൾക്കാരുണ്ടാവും. പുള്ളി വരുന്ന ദിവസം ഇറ്റ്സ് ലൈക്ക് എ സെലിബ്രേഷൻ. ലോട്ട് ഓഫ് പീപ്പിൾ കം, ഹിസ് ഫ്രണ്ട്സ് കം ആൻഡ് ദേ ഹാവ് ദിസ് വലിയ പാർട്ടി ആൻഡ് അന്നത്തെ ചുറ്റുകളി പരിപാടി. എക്സാക്ട്ലി. അപ്പൊ പുള്ളി നാട്ടിലേക്ക് വരുമ്പോ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത് അങ്ങോട്ട് ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് ദാറ്റ് വാസ് വെൻ വി ഷിഫ്റ്റഡ് ടു ചെന്നൈ. ഈ ചെന്നൈയിൽ വന്ന സമയത്താണ് നമ്മളൊരു ഫ്ലാറ്റിലൊക്കെ ആയ സമയത്ത് നമുക്ക് സമയം കിട്ടി ഒരുമിച്ച് ചെലവഴിക്കാൻ. ആ സമയത്ത് ഒരു കുറച്ചധികം നേരം പുള്ളിയുടെ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടിയപ്പോൾ ഒരു ബോണ്ടിങ് ഉണ്ടായി. അത് അധികകാലം